സുഹൃത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മെയിൻ ക്യാരക്ടേഴ്സിനെ മുഴുവൻ നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഉപനായക വേഷം ചെയ്യുന്നത് കുഞ്ചാക്കോ ബോബനാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഉപനായക വേഷം തരാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് ഈ കുഞ്ചാക്കോ ബോബൻ എന്ന ആളിനെ ഒന്ന് മാറ്റി ചിന്തിച്ചൂടെ? ഞാൻ ആ കഥാപാത്രം വളരെ ഭംഗിയാക്കി മേളിലെത്തിച്ചു തരാം. കുഞ്ചാക്കോ ബോബനെയൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാണ്? സാർ, ഒരു സംവിധായകനെ സംബന്ധിച്ച് ആത്മവിശ്വാസമാണ് ആദ്യം വേണ്ടത്. അത് തന്നെയാണ് ഒരു നടനെ സംബന്ധിച്ച് വേണ്ടത്. പക്ഷേ നടനായി എനിക്കുണ്ട്, സംവിധായകനെ സാറിനതില്ല. സുഹൃത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ക്ലാസിക് ഫിലിമാണ്. ഈ ക്ലാസിക് ഫിലിമിൽ അഭിനയിച്ച് പാരമ്പര്യമുള്ള ആൾക്കാരും തഴക്കവും പഴക്കവും വന്ന ആൾക്കാരും മാത്രമേ നോക്കുന്നു. ഈ കഥയ്ക്ക് അനുയോജ്യമായ ആർട്ടിസ്റ്റുകളെയാണ് സാറ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റുക എന്ന് പറയുമ്പോൾ സാറിപ്പോൾ എന്നോട് പറഞ്ഞു മുൻപരിചയം തഴക്കം പഴക്കം വേണമെന്ന് പറഞ്ഞു. വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സാറിന്റെ ആദ്യത്തെ സിനിമ ചെയ്തപ്പോൾ സാറിന് മുൻപരിചയം ഉണ്ടായിരുന്നോ? അത് പിന്നെ ഞാൻ കുറേ അത് ഞാൻ പറഞ്ഞുതരാം. സാറ് ഒരുപാട് അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും വർക്ക് ചെയ്തിട്ടാണ് ഇത്. ഒരു 50 പടങ്ങളോളം പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എന്നിട്ടാണ് ഈ ആദ്യത്തെ പടം ചെയ്യുന്നത്. അതെ, അത് പറയുകയാണെങ്കിൽ ഞാൻ എന്തോരം നാടകത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ഒരുപാട് പേര് എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിചയം എനിക്കുണ്ട്. അത് ഈ നാടകവും സിനിമയും രണ്ടും രണ്ടാണ്. അല്ല, ഈ നാടകക്കാരെന്താ അഭിനയിക്കുക അല്ലയോ? അല്ല, ഈ നാടകക്കാരൊക്കെ സിനിമയിലുണ്ട്. പക്ഷെ അത് നല്ല പ്രതിഭകളെ വന്നിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രതിഭയ്ക്കും കൂടെ വളർന്നു വരാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കൊടുത്തൂടെ? ഭാവിയിൽ നിങ്ങൾക്ക് പറയാം, ഇയാൾ എൻ്റെ സിനിമയിലാണ് അഭിനയിച്ചത്, ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൂടെ? അപ്പോൾ അതുകൊണ്ട് ഒരവസരം എനിക്ക് നല്ലൊരു വേഷം തരണം. ഇത് വേറൊരു കാര്യം, ഇതിപ്പം എൻ്റെ വീട്ടിൽ വെച്ച് നിങ്ങൾ ഷൂട്ടിംഗ് നടത്തുന്നത് കൊണ്ടോ ഇപ്പോൾ അവിടെ ഷൂട്ടിംഗ് നടത്തുമ്പോൾ എനിക്ക് വേണമെങ്കിൽ തടസ്സം പറഞ്ഞ് നിങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുകാനൊക്കെ ചെയ്യും എന്നുള്ളൊരു ആ ഒരു അഹങ്കാരത്തോടു കൂടിയൊന്നും അല്ല ഞാനിപ്പോൾ നിങ്ങളോട് വന്നൊരു വേഷം ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാളല്ല ക്ലീറ്റോ. അല്ല, എൻ്റെ അടുത്ത പടം ഇപ്പോൾ അടുത്ത് തന്നെ തുടങ്ങുന്നുണ്ട്. സാർ, അടുത്തതെന്നൊക്കെ പറഞ്ഞാൽ ഇനി എപ്പോഴാണ്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാലല്ലേ സാറിന് അടുത്ത പടം കിട്ടും? ഇത് വിജയിക്കുമല്ലോ. അല്ല, അത് സാറിൻ്റെ വിശ്വാസം. അതുപോലെ ഞാൻ അഭിനയിക്കുന്നത് എനിക്കും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു നല്ല വേഷം, എന്തെങ്കിലും ഒരു നല്ല വേഷം നോക്കാം. അല്ലാതെ പോകുന്നു. ഏതായാലും നമുക്ക് നോക്കാം. എന്താടാ കാണല്ലോ ബർത്ത്ഡേയായി തുടക്ക ദിവസമല്ലേ? അപ്പോൾ അത് അവർക്കെല്ലാം സജ്ജീകരണങ്ങളൊക്കെ കൊണ്ടെത്തിക്കാനുള്ള സമയം വേണം, സാവകാശമൊക്കെ വേണം. എടാ, ഞാൻ ആലോചിക്കണതേ 30 ദിവസമല്ലേ ഷൂട്ടിങ് പറഞ്ഞേക്കണേ. അപ്പൊ ഈ 30 ദിവസം ഷൂട്ടിംഗ് ഇവിടെ നടത്തുമ്പോഴേ നമ്മളെങ്ങോട്ട് പോകും? നമുക്ക് രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങും. നമ്മളെങ്ങോട്ടും പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. അവരിവിടെ ഷൂട്ട് ചെയ്യുമ്പോ അവര് പറയും അവിടെ മാറേ അവിടെ മാറേ എന്ന് പറയും. നമ്മൾ അങ്ങോട്ട് മാറും. അവിടെ അവര് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാറാനല്ലേ പറഞ്ഞ ചേച്ചി അങ്ങോട്ട് പോ എന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഇങ്ങോട്ട് പറയാം, ക്യാമറയുടെ മുമ്പിൽ പെടാതെ. അത്രേ ഉള്ളൂ. അല്ലേട്ടാ, അപ്പൊ നമുക്ക് ചോറൊക്കെ വെക്കാനായിട്ട് അടുക്കള കയറാൻ അവര് സമ്മതിക്കോ? ഓ എന്റെ അളിയോ, ഇതിന് എന്റെ പൊന്ന് ജമന്തി, നമ്മൾ ഈ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസമുള്ള ആഹാരം അവരല്ലേ തരുന്നത്. പിന്നെ അവര് തരും. അതെ, ഇനി നിങ്ങൾ 30 ദിവസം അടുക്കളയിൽ കയറേ വേണ്ട, റെസ്റ്റാ. എന്തമ്മ എവിടെ സിനിമക്കാരോ? റെഡിയായി. അതെ, എല്ലാം കൂടി നിക്കണ്ടില്ലേ? എന്ത് പണിയാടാ കാട്ടി? എന്തിനാടാ നീ കുടിക്കണ കഞ്ഞിയില് പാച്ചന വാരിയിട്ട്? ഏത് കഞ്ഞി പാറ്റിട്ട്? അവരെന്നെ വരില്ല, സിനിമാക്കാര് വേറെ വീട് നോക്കി പോയി. അതിന്റെ കൂടെ അവർ കാണിച്ചാൽ നമ്മുടെ ഇതെല്ലാം വാക്ക് പറഞ്ഞു ഉറപ്പിച്ചിട്ട്. വാക്ക് അവര് മമ്മൂട്ടീനെ വെച്ച് സിനിമ എടുക്കാനായി വീഡിയോ വെച്ചത്, അല്ലാണ്ട് വെള്ളവർക്ക് അഭിനയിക്കാനല്ല. ആരഭിനയിക്കാൻ? എന്റെ ക്ലീറ്റോ ഒരു അവസരം ചോദിച്ചു പോയി. അതപ്പൊ അത്ര വലിയ പ്രശ്നം? അത് ക്ലീറ്റോന്റെ കഴിവുള്ളതുകൊണ്ടല്ലേ മാവ? എന്ത് കഴിവാടി പിന്നിട്ടത്? എന്ത് കഴിവുള്ളത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാ അവന്മാരോട് പോയിട്ട് ഈ ചാൻസ് ചോദിക്കാൻ പോയത്? രക്ഷപ്പെട്ട് പോകണമെങ്കിൽ പോട്ടെ എന്ന് വെച്ചു. ചിലപ്പോ എന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ബ്രേക്ക് കിട്ടിയാലോ? നിനക്ക് ബ്രേക്ക് അല്ല, ബെല്ല കിട്ടാൻ പോണ്. അഭിനയം നിർത്തറ. നീ എന്തിനാ ഹോട്ടലിലേക്ക് ഡയറക്ടറെ കാണാൻ പോയത്? നിനക്ക് നായകനാവണം, നിന്റെ കൂട്ടുകാരന്റെ സഹനടനാവണം. ഓ, ഞാൻ നായകനാവണമെന്ന് ഞാൻ പറഞ്ഞില്ല മാവ. അഭിനയിക്കണം പറഞ്ഞു നീ. അവൻ എന്താ ചെറിയ വർഷം തരാൻ പോലെ അത്രേ ഉള്ളൂ. എന്നിട്ട് എന്നോട് പറഞ്ഞു
പറഞ്ഞില്ലല്ലോ. എന്റെ അളയ എന്തിനളയ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ? വെറുതെ അതൊന്നും പറയണ്ട. 3 ലക്ഷം ഉറുപ്പ്യ കൂടെ ഒരു കേടും കൂടാണ്ട് കിട്ടിയിരുന്നു. അത് തുലച്ചപ്പോ സമാധാനമായില്ല എല്ലാവർക്കും. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മാവ, നമുക്ക് ഇനി അഭിനയിക്കും വേണ്ട, ഒന്നും വേണ്ട. അവരോട് വന്നിട്ട് വേണമെങ്കിൽ ഇത് ഷൂട്ട് ചെയ്തോളാൻ പറ. ഗ്രില്ലൊക്കെ പൊളിക്കാണെങ്കിൽ കുഴപ്പമില്ല. ആ 3 ലക്ഷം തന്നെ തന്നാ മതി എന്ന് പറഞ്ഞു. ഓ എന്താ മനമാറ്റം. എന്തേ? എടാ അവര് അഡ്വാൻസ് കൊടുത്ത് വേറെ വീട് നോക്കി ഷൂട്ടിംഗ് കൊടുങ്ങ. എന്തിനു മമ്മൂട്ടി മോഹൻലാലിനെ കൂടി കണ്ടോ? ദാ വരുംകാലം മമ്മൂട്ടി മോഹൻലാലും നടന്മാരല്ലേ. എനിക്ക് മമ്മൂട്ടിയെ കാണാൻ പറ്റിയില്ലെങ്കിലും അതെ മാവ, നമുക്കൊരു 50,000 രൂപ കുറച്ച് കൊടുക്കാന്ന് പറ. അവരോട് ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറയാം മാവ. അതെ എനിക്കൊക്കെ ഒരു ഒറ്റ വാക്കുള്ളൂ, നിങ്ങളുടെ കളിക്കലല്ലേ പണി. അവര് കോടികൾ മുടക്കിട്ട് അവര് പണം എടുക്കണേ. പറഞ്ഞ കാശാണ് തരാ പറഞ്ഞല്ലേ. സമാധാനമായല്ലോ. എന്തിനാ എല്ലാരും കൂടെ എന്നെ കയറുന്നത്? നീയാണ് എല്ലാത്തിനും കാരണം. ഞാൻ മാത്രമാണോ? നീ പിന്നെ നിന്റെ കൂട്ടുകാരന് ചാൻസ് മേടിച്ചു കൊടുക്കാൻ നടന്നില്ലേ? എന്തിനാണ് നിങ്ങളെയൊക്കെ പറയുന്നത്? അടിഞ്ഞൊരുങ്ങിട്ട് വരുന്നുണ്ടല്ലോ, സിനിമാ നടന്മാരുടെ കൂടെ ഫോട്ടോ എടുക്കാനാവും. വാ വാ. പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോ കണ്ണാടിയിലൊന്ന് നോക്കി, അപ്പൊ എനിക്കും തോന്നി ഞാനൊരു സിനിമ നടിയെ പോലെ ഇരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. സിനിമാക്കാരുടെ കൂടെ ഫോട്ടോ എടുക്കാനല്ലേ? അയ്യോ അല്ലടാ, പിന്നെ എനിക്ക് അതിൽ അമ്മ വേഷം ഉണ്ടെങ്കിലേ ഒരു അമ്മ വേഷം മാറ്റി തരുവാടാ. അതിന് ഉള്ളതില്ലേടി? Versus Alien.